ഹലോ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നമ്മളുള്ളതിപ്പോൾ തമിഴ്നാട്ടിലെ കേരളത്തിൻ്റെ അകത്തും പുറത്തും ഒരുപാട് ആളുകൾ സിയാറത്തിന് വേണ്ടി വരുന്ന അതിപ്രധാനമായ ദർഗയുടെ ആ നാട്ടിലെ ഒരു പള്ളിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടിയാ അപ്പോൾ പ്രശസ്തമായ ദർഗ ഷരീഫിൽ അഥവാ ഏർവാടി ദർഗയിൽ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഷാഫി പള്ളിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത് നമ്മുടെ സുൽത്താനുൽ ഉലമ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നിർമ്മിച്ച ഒരു പള്ളിയാണ് ഇത്. അവിടെ എഴുതിയിരിക്കുന്നത് ഫി ഹളറത്തി അഷ്ശൈഖ് സുൽത്താനുൽ ഔലിയ അസ്സയ്യിദ് ഇബ്രാഹിം ഷഹീദുല്ലാ റളിയല്ലാഹു അൻഹു അലാ നഫഖത്തി സാലിം അലി മുഹമ്മദ് അൽ ബുറാക്കി എന്നാണ് എഴുതിയിട്ടുണ്ടോ. എൻ്റെ ഇഫ്തിതാഹ് ഷെയ്ഖുന മുഹമ്മദ് ബാഖവി എന്ന് പറയുന്ന ഒരു ഉസ്താദാണ് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കണമെന്നാണ് അതിൽ കാണാൻ കഴിയുന്നത്. നല്ലൊരു മനോഹരമായ ഒരു ചെറിയ പള്ളി കേട്ടോ. അപ്പോൾ ഏർവാടിയിൽ സ്ഥിതി ചെയ്യുന്ന ഷാഫി പള്ളിയാണ് ഇതിനെ അറിയപ്പെടുന്നത്. നല്ല മനോഹരമായ കാഴ്ച. ഇന്നെൻ്റെ വെള്ളിയാഴ്ചയുടെ മധ്യാഹ്ന സമയം ഇവിടുന്ന് ജുമഅ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. ജുമഅക്ക് വേണ്ടിയിട്ട് ആളുകൾ മന്ദം പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ ഈ ഏർവാടി ഷാഫി പള്ളിയുടെ മുൻവശത്ത് നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മലയാളികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് മലയാളികൾ ആശ്രയിക്കുന്ന ഒരു പള്ളി കൂടിയാണ് ഇത്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നിർമ്മിച്ച പള്ളിയാണിത്. അപ്പോൾ നല്ലൊരു മനോഹരമായ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അന്തരീക്ഷമാകെ വല്ലാത്ത ചൂടുമില്ല എന്നാൽ നല്ല തണുപ്പുമില്ല. അതിൻ്റെ ഇടയിലുള്ള മധ്യാഹ്ന ഒരു സമയമാണ്. ഈ മധ്യാഹ്ന നിമിഷത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നിർമ്മിച്ച ഒരു പള്ളിയാണ്, ഷാഫി പള്ളിയാണ്. ഏർവാടിയിൽ നിന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാവരോടും സ്നേഹം മാത്രം. പ്രേക്ഷകരെ, വെള്ളിയാഴ്ച ദിവസത്തെ ആ ഒരു കാഴ്ചയാണ് നമ്മൾ പള്ളിയുടെ ഉള്ളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എത്ര കൊല്ലമായിട്ടുണ്ടാവും? അപ്പോൾ ഗായ്സ്, നമ്മളുടെ ജുമാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വളരെയധികം ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് കടന്നുറങ്ങി. ദ്വയുടെ അടിയിൽ അതിൽ കടന്നുറങ്ങിയപ്പോൾ ഇപ്പം പറഞ്ഞു ഉറങ്ങണ്ട, നീച്ച് പോവാൻ നമുക്ക് ഇവിടെ അർക്കാസുമാൻ്റെ അവിടെ പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഉറങ്ങണതിൻ്റെ ഇടയിൽ ഇന്നെ നീപ്പിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, നിങ്ങൾ വിട്ടോളിന്ന് പറഞ്ഞു. ഇന്നെ നീപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തിട്ട് പറയുന്നുണ്ട് എന്നാൽ കുറച്ചു നേരം കൂടി കടന്നുറങ്ങിക്ക് വന്ന്. ഇത് ചോര എവിടെ നിന്ന് കിട്ടിയത്? നമ്മളെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത്. ചോറ് എന്നെ തീറ്റിപ്പിച്ചിട്ട് ഇപ്പൊ ഇരിക്കുകയാണ്. അപ്പൊ മറ്റോ നല്ല കടന്നുറങ്ങലാണ്. ഏതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അർക്കാസുമാന്റെ ഹദറത്തിലേക്ക് പോവുകയാണ്. അള്ളാഹു മഹദിയുടെ കറാമത്തും പൊരുത്തവും കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ കഴിച്ചിലാക്കി തരട്ടെ. അപ്പോൾ നമ്മൾ ഏകദേശം സിയാറത്തൊക്കെ ചെയ്ത് തന്നെ അർക്കാസുമാന്റെ അവിടെ പോകണം. പിന്നെ കൊടിമരത്തും പോകണം. അതും കൂടി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നാളെ റിട്ടേൺ കേരള നാട്ടിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അല്ലേ നിർമ്മിച്ചത് അല്ലേ? മൂപ്പര് നിർമ്മിച്ച ഒരു പള്ളിയാണ്. ഏകദേശം 3 കൊല്ലമായിട്ടുണ്ട്. നല്ലൊരു മനോഹരമായ നല്ലൊരു ആംബിയൻസ്. ഈ മറ്റേ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കേരള ഫീലാണ്. കാരണം നല്ല വൃത്തിയും വെടുപ്പുമില്ല നല്ലൊരു പള്ളി കേട്ടോ. എങ്ങനെ ഒരു പള്ളി ഇവിടെ അടുത്തൊന്നുമില്ല. അത്രക്ക് മനോഹരമായ ഒരു ഷാഫി പള്ളിയാണ് സുന്നി ജമാഅത്ത് മസ്ജിദ്. നല്ല സന്തോഷമുള്ള കാഴ്ച. അപ്പൊ നമ്മളെ ബ്രോ കടന്നുറങ്ങി നീച്ച് വരുന്നുണ്ട് കേട്ടോ. എവിടേക്കാ പോണെന്ന് അള്ളാഹ് തന്നെ ഉള്ള അറിയാം.
അപ്പൊ ചോറുന്നോ? അതാടുണ്ടോ ചോറ്? എന്നോ ചോറുന്നോ? खाना खाओ, इंतजार करना खाना इंतजार करना आपका. അപ്പൊ ഓനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ ചോറ്. അപ്പൊ നല്ല മീൻകറിയും ചോറും ഓനക്ക് നമ്മള് പ്രിപ്പയർ ആക്കി വെച്ചിരിക്കുകയാണ്. വേണ്ടെന്നാ പറയണത്. വർക്കസ്മാന്റെ കാഴ്ചകൾ നമ്മൾ കാണിച്ചത്.